ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. ഇന്ന് നരിവേട്ട എന്ന സിനിമയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ട്രെയിലർ വരുന്നതിന് മുമ്പായിട്ടുള്ള പല പോസ്റ്റേഴ്സും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു ടൈറ്റിലിൻ്റെ ഐഡിയ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ട്രെയിലർ നമുക്ക് ആദ്യം ഒന്ന് റിയാക്ട് ചെയ്യാം. നമ്മുടെ ഇഷ്കിൻ്റെയൊക്കെ ഡയറക്ടറായിട്ടുള്ള അനുരാജ് മനോഹറാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. ഇത് റിയൽ ഇവൻസിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. സോ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് തുടങ്ങാം. പോലീസ് ക്യാമ്പാണ് തുടക്കം. ഏതോ ഗോഡൗണിലേക്ക് ഒരാളെ വലിച്ചയച്ചുകൊണ്ട് പോവാണ്. ഈ ഒരു ഫ്രെയിം ഒരു 22 വർഷങ്ങൾക്ക് മുമ്പ് മീഡിയാസ് കാണിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മോ, ചേരൻ. ഓ ചോവിനോ, അയാളെന്താണ് ഇത്ര മസിലൊക്കെ പിടിച്ചിരിക്കുന്നത്? യെസ്, നമ്മൾ മുത്തങ്ങ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അമ്പോ, സി കെ ജാനുവിൻ്റെ പക്ക പോർട്രൈറ്റ് ആണ് ഇവർ. അത് പൊളിച്ചു വെച്ചിട്ടുണ്ട്. കിടിലൻ കാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്നൊരു പുള്ളിക്കാരനുണ്ട്, കഷണ്ടി. അത് അയാളെപ്പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. Tribal leaders മട്ട് നനച്ച് നടക്കാൻ. Intelligence report have stated that the strike is supported by the Maoist groups. കളിമാറുന്ന മാറ്റം. എന്നാലും പോലീസുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല. കെട്ടിയ കുടിലുകൾ മുഴുവൻ പൊളിച്ച് സ്ഥലം വിട്ടോളാം. പേടിയില്ല സാറേ, മരിക്കുന്നെങ്കിൽ ഈടെ കിടന്ന് മരിക്കാം. ബാലിസ്റ്റിക് റിപ്പോർട്ട് കിട്ടി. ബോഡിയിൽ നിന്ന് കണ്ടെത്തി ബുള്ളറ്റ് ഫയർ ചെയ്തിരിക്കുന്നത് ഈ റൈഫിൽ നിന്നാണ്. ഇത് നമ്മുടെ ഒരു നായാട്ട് മൂവിയുടെ ഒക്കെ ഒരു റേഞ്ചിലോട്ട് മാറുന്നുണ്ട്. ഏതാ വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരിക്കലും ഇതെടുത്ത് ഉപയോഗിക്കാൻ ഇടവരുത്. ആ ചോദ്യത്തിലുണ്ടെല്ലാം ജെന്യൂനായിട്ടുള്ളൊരു ചോദ്യമാണ്. സോ ആ ടൈറ്റിൽ നോക്കിയാൽ മതി, മനസ്സിലാക്കാൻ പറ്റും. നരവേട്ട എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ ടൈറ്റിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നരവേട്ട എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈറ്റിൽ തന്നെയാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്, നരവേട്ട. അതിനിടയിൽ ഒരു ഗണ്ണും കൊണ്ടുവച്ചിട്ടുണ്ട്. നരിവേട്ട എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 22 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനകത്തൊരു ഫ്രെയിം കാണിക്കുന്നുണ്ട്. ആ ഫ്രെയിം പല ആൾക്കാരും കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മീഡിയാസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതാണ് നമ്മുടെ മുത്തങ്ങയിൽ നടന്ന ആ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാധനമാണ്. ആ ഫ്രെയിം മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും, പല ആൾക്കാർക്കും പതിഞ്ഞിട്ടുണ്ടാവും. കാരണം ആ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മളെ പേടിപ്പിച്ച ഒരു സംഭവമാണ്, ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചൊരു സാധനമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു ട്രൈബ്സിൻ്റെ അവസ്ഥ എന്താണെന്ന്? പലപ്പോഴും നമ്മൾ പല ഡോക്യുമെൻ്ററീസ് ആണെങ്കിലും അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ ആണെങ്കിലും കാണുമ്പോഴത്തേക്ക് അവർക്കൊരു മുന്നേറ്റം ഉണ്ടാവുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ആ ഒരു കാലഘട്ടത്തിലും അവരുടെ മണ്ണിൽ അവർക്ക് നിൽക്കാൻ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും അവരെ പറ്റിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രൊട്ടസ്റ്റാണ് ഇത്. ആ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മൂവി എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇഷ്ക് എന്ന് പറയുന്നൊരു മൂവി തന്നെ അനുരാജ് മനോഹറിൻ്റെ ഗംഭീരമായിട്ടുള്ളൊരു മേക്കിംഗ് ആയിരുന്നു, ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ആയിരുന്നു. സോ ആ ഒരു മൂവിയിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്കുള്ള ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ ഗംഭീരം. എനിക്ക് ആ ഒറ്റ ഷോട്ട് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രൊട്ടസ്റ്റേഴ്സ് അവിടെ നിൽക്കുന്നു, പോലീസിൻ്റെ സജഷനിൽ ആ പ്രൊട്ടസ്റ്റേഴ്സിനെ കാണിക്കുന്ന ഒരു ഗംഭീര സംഭവമാണ്. കാരണം അന്നത്തെ മീഡിയാസിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്, നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞു പോയൊരു കാര്യമാണ്. ആ ഒരു സാധനത്തിന് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അവിടെ നിന്നുണ്ടാകുന്ന ഈ സി കെ ജാനു എന്നൊക്കെ പറയുന്ന ഒരു നേതൃത്വ നിരയിലേക്ക് എത്തിയ ആൾക്കാരുടെയൊക്കെ ഒരു പോർട്രൈറ്റൊക്കെ ഗംഭീരമാണ്. കാസ്റ്റിംഗ് തന്നെ കിടിലുമാണ്. അതേപോലെ തന്നെ ചേരനെ റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. തമിഴിലൊക്കെ പോലും പുള്ളിയെ ഇപ്പോൾ കാണാറില്ല. പുള്ളി മലയാളത്തിലേക്ക് വരുന്ന ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് പുള്ളിയുടെ പൊക്കിഷവും അങ്ങനെയൊക്കെയുള്ള ഓട്ടോഗ്രാഫ് പോലെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് പുള്ളിയോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ.
സോ ഈ സിനിമയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്നിരിക്കുന്നു, അതും അത്യാവശ്യം നല്ല നെഗറ്റീവ് റോളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തായാലും സിനിമയിൽ ടോട്ടലി നല്ലൊരു സാധനം വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ നായാട്ടിലെയൊക്കെ പോലെ തന്നെ ഒരു സംഭവം ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് ഒരു സൈഡിൽ നിൽക്കുമ്പോഴത്തേക്ക് ജെക്സ് ബിജോയുടെ ഒരു കത്തിക്കലുണ്ട്. എൻ്റെ അമ്മോ, ഈ ട്രെയിലറിൽ തന്നെ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം ഭയങ്കര ഹോണ്ട് ചെയ്യുന്നൊരു ഐറ്റം, വേറെ ലെവൽ സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ഗംഭീരമായിട്ടും. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല, ആ ടോണും അതിനനുസരിച്ചുള്ള ഷോട്ട്സും ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എഡിറ്റ്സ്, ഷമീർ മുഹമ്മദിൻ്റെ കട്ട്സ് കുറേ ഭയങ്കര രസമുണ്ട് കേട്ടോ, ഭയങ്കര കിടിലം കട്ട്സ്, ഒന്നും പറയാനില്ല. അനുരാജ് നല്ല രീതിയിൽ ഇതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് ഈ ട്രെയിലറിൽ തന്നെ വ്യക്തമാണ്. അതുപോലെ തന്നെ ടോവിനോനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം ടോവിനോയുടെ എന്താണെന്നുള്ളത് സിനിമയിൽ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. പുള്ളിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. സോ സിനിമയിൽ ത്രൂ ഔട്ട് പുള്ളിക്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നടന്നൊരു സംഭവത്തിനെ ഇന്ന് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഗംഭീരമായിരിക്കണം. അതൊരു നല്ല ഐഡിയോളജി അതിനകത്ത് ഉണ്ടാവണം, കുറേ കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കണം, ചർച്ച ചെയ്യപ്പെടണം. ഇനിയും അവരുടെ ആ ഒരു വിഭാഗത്തിന് ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാവണം. അവരെ വീണ്ടും യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു വസ്തുക്കളാക്കി മാത്രം കാണുന്ന ഒരു വിഭാഗമാണ് നമ്മുടേതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. സോ അതൊക്കെ മാറി വരേണ്ട കാലം കഴിഞ്ഞു. അവരും നമുക്കൊപ്പം തന്നെ വളരേണ്ടവരാണ്, അവരുടെ കുട്ടികളും നമുക്കൊപ്പം തന്നെ വളരേണ്ടവരാണ്. ഇന്നും ഈ ആൾക്കാരുടെ ഇടയിലുള്ള ഒരു വെറി ഉണ്ടല്ലോ, ഏത് നാട്ടിൽ പോയാലും അവൻ്റെ ഉള്ളിൽ മാറാത്തൊരു വെറി, ജാതി വെറി. മേലാളൻ കീഴാളൻ, ഞാൻ മേലാളൻ ഉണ്ടായവനാണ്, എൻ്റെ കുടുംബം മേലാള കുടുംബമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന, ഇവരൊക്കെ താഴ്ന്നവരാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി ഉള്ളത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ എവിടെ പോയാലും മാറാതെ ഒന്നേ ഉള്ളൂ, അത് അവൻ്റെ ഉള്ളിലുള്ള ജാതിയും മതവും തമ്മിലുള്ള ഒരു വിദ്വേഷമാണ്. എത്രയൊക്കെ ലോകം കണ്ടെന്ന് പറഞ്ഞാലും പുരോഗമിച്ചെന്ന് പറഞ്ഞാലും മിക്ക ആൾക്കാരുടെ ഉള്ളിൽ ബാക്കി കിടക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന വെറി എന്ന് പറയുന്നത്. അതൊരിക്കലും മാറില്ല. കബാലി എന്ന് പറയുന്ന സിനിമയിൽ തന്നെ മെയിനായിട്ടുള്ളൊരു പോർഷനിൽ, ആ സിനിമയിൽ രജനീകാന്ത് ഈ ഡയലോഗ് തന്നെ പറയുന്നുണ്ട്, തമിഴൻ എവിടെ പോയാലും എന്തൊക്കെ മാറിയാലും എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്താലും അവൻ്റെ ഉള്ളിലുള്ള ജാതി എന്ന് പറയുന്നൊരു സാധനത്തിന് അവൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ സാധനം ഭയങ്കര ഹോണ്ട് ചെയ്യുന്നൊരു ഡയലോഗാണ്. ഒരിക്കലും അത് പറഞ്ഞത് 100% സത്യമാണ്. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ ഭയങ്കര ഗംഭീരമായിട്ട് ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എനിവേ ട്രെയിലർ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്തു. സോ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ആ ഒരു ക്വാളിറ്റി ഉണ്ടാവട്ടെ. ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ പൂർണ്ണമായിട്ടും ഓഡിയൻസിന് കണക്റ്റ് ആവാൻ സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, ഇതൊരു നല്ല മൂവിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സോ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ മൂവീസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസ് ആഡ് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള വീഡിയോസ് കണ്ട് നല്ല സിനിമകൾ നിങ്ങളും എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. സോ ആ സെഷൻ കൂടെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നല്ല സിനിമകളൊക്കെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ കൂടുതലൊന്നും പറയില്ല. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.